ഒരു ആങ്കർ സോറി പറയുന്ന ഒരു ഇത് കാണാനിടയായി. വളരെ വിഷമത്തോടു കൂടി പുള്ളിക്കാരത്തി സോറി പറയുകയാണ്. എന്തിനാണ് സോറി പറയുക എന്നുള്ളത് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഒരു മമ്മു ചരിത്രം വരുന്നത്. മമ്മു എന്ന് പറയുന്ന ഒരു പയ്യനെ വെച്ച് ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. ഈ ഇന്റർവ്യൂയുടെ പ്രസക്ത ഭാഗങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ വെറൈറ്റി മീഡിയ തപ്പിയപ്പോൾ അവിടെ കാണാനില്ല, അവരത് മുക്കിയിട്ടുണ്ട്. എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് ആണ്. അവനെ ദർസിൽ പഠിപ്പിച്ചതാണ്, അതായത് മദ്രസയിൽ കൊണ്ടുപോയി നിർത്തി പഠിപ്പിക്കുന്നതാണ്. ഈ ദർസ് എന്ന് പറയുന്നത് അതിനെയാണ് പറയുന്നത്. മദ്രസ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നത്, മറ്റേ ദർസ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. വീട്ടിൽ അത്യാവശ്യ സൗകര്യക്കുറവുള്ളവരെയൊക്കെ അങ്ങനെ നിർത്തി പഠിപ്പിക്കുന്ന രീതിയുണ്ട്. അതൊരു ബോർഡിംഗ് ലെവലാണ്. അവിടെ മറ്റ് വിദ്യാഭ്യാസവും നടത്തും. ഈ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ അവിടെ പഠിച്ച ഒരു പയ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ടൈം പാസ് ആയിട്ട് പറയുന്നത് കുളിക്കുന്നത് പോയി ഒളിഞ്ഞു നോക്കുക, അങ്ങനെ ഇത്യാദി കുൽസിതങ്ങളാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് കാര്യം പറഞ്ഞ ഈ ആങ്കറിന് ഇപ്പോൾ മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാപ്പ് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. മാപ്പിന്റെ ഡെപ്ത് മനസ്സിലായില്ലേ? ഈ മാപ്പാണ് മാപ്പ്. അടുത്ത മാപ്പിന്റെ ബാക്കി ബാലൻസ് കൂടെ കേൾക്കാം. എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട്. എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നു, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്നു അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആ ആള് പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്ത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്ക് ഒരു പരാതിയില്ല, ഒരു ഇതുമില്ല. സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല ഞാൻ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. അപ്പൊ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ സാഹചര്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അൻസാരി സൂരി ഉസ്താദിന്റെ ടൈം ലൈനിൽ പോയപ്പോൾ കണ്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. കാരണം ഇവർ വെറൈറ്റി മീഡിയ ഇത് മുക്കിയിട്ടുണ്ട്. വെറൈറ്റി മീഡിയയിൽ മെയിൻ ആയിട്ട് വരുന്നതൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട ആൾക്കാരെ കൊണ്ടുവച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു രീതി അവർക്കുണ്ട്. ഇവർക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ കൂടെ കിട്ടുന്ന ആ ഒരു റവന്യൂ മതിയെന്നാണ്. ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു മീഡിയ ആയിട്ടാണ് ഈ വെറൈറ്റി മീഡിയ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, അത് ആരെങ്കിലും എടുത്തു വെച്ച് റിയാക്ട് ചെയ്താൽ അവർക്കിട്ട് താങ്ങുന്ന പരിപാടിയും ഉണ്ട് വെറൈറ്റി മീഡിയക്കാർക്കെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അതിന് കൂടുതൽ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ്. പക്ഷേ സൂര്യ ഉസ്താദ് അത് കോപ്പി ചെയ്തത് കൊണ്ട് അവിടെ നിന്നാണ് ഞാനിത് എടുത്തിട്ട് ഇതിൻ്റെ എന്താണ് നടന്നതെന്ന് പറയണം. അപ്പോൾ അതൊന്ന് കാണുക. അതായത് മുമ്മു എന്ന് പറയുന്ന ആൾ ആരാണ്? മുമ്മു ഫേമസ് യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫേമസ് യൂട്യൂബറായ തൊപ്പി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളി കുളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുക്കൻ അത്യാവശ്യം ഫേമസ് ആവുന്നു. ആ ഫേമസ് ആയ പയ്യനെ കൂടെ കുറച്ചൊരു സംഘടനയൊക്കെ ഉണ്ടാക്കുന്നു. ആ സംഘടനയ്ക്കകത്തുള്ള ഒരുത്തനാണ് ഇത്. ആ സംഘടന എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള കുറേ പിള്ളേരുടെ ഒരു കൂട്ടായ്മ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയെ ഓറിയന്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട വളരെ അനിവാര്യമായ ഒരു ഘട്ടമാണ്. നമ്മൾ വീട്ടിൽ തെറ്റ് ചെയ്ത പയ്യനോടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്.
അതിന് പകരം തിരുത്തിയെടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുക. ഗവൺമെൻറ് അതിന് അധികാരപ്പെട്ടതാണ്. അതിന് പകരം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കി വിട്ടു കഴിഞ്ഞാൽ അനാഥത്വം കൊടുക്കുന്ന ഒരു അക്രമവാസനയുണ്ട്. അത് സമൂഹത്തിന് ദോഷമായിട്ട് ഭരിക്കും. ഈ ചെറുക്കനെ ഫോളോ ചെയ്യുന്നതൊക്കെ കൊച്ചു കുട്ടികളാണെന്ന് ഓർത്തുകൊള്ളണം. അവർ ഇത് കാണുകയാണ്, അവരിത് ഫോളോ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ അങ്ങോട്ട് സൈഡിലൊക്കെ, അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ താമസിക്കുന്നിടത്തൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം വരുന്നുണ്ട്. ഇതൊക്കെയാണ് തമാശ, ഇതൊക്കെയാണ് ജോക്ക് എന്ന് തോന്നുന്നുണ്ട്. സ്ത്രീകളെ കുറിച്ച് വൾഗർ പറയുക, വൾഗാരിറ്റി പറയുക, ഇതൊക്കെയാണ് ഒരു തമാശ എന്ന ടൈം അവർക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ല. പണ്ടത്തെ സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഭർത്താവിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന, അടിമയായി ജീവിക്കുന്ന സ്ത്രീയൊക്കെയാണ് കുലസ്ത്രീ എന്നും നല്ല സിനിമയും നല്ല സ്ത്രീ എന്നും ഒക്കെ പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് അതെടുത്ത ആളുകൾ ചിരിക്കും. കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ മനുഷ്യർക്ക് വരുമ്പോൾ ന്യൂജൻ അവകാശപ്പെടുന്ന ഈ കുട്ടികൾ കാണിക്കുന്ന പോക്കൃത്തരം എങ്ങനെയാണ് ഇത് പറയുക? പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഈ കൃഷ്ണൻ സ്ത്രീകൾ കുളിക്കുന്നിടത്തുനിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് ഓടി. നമ്മളതൊക്കെ വളരെ സന്തോഷപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? ഇന്ന് ഏതെങ്കിലും ഒരുത്തൻ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിലാണോ അല്ലയോ? അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി വരിക തന്നെ വേണം എന്നുള്ളതാണ് കാര്യം. ഈ ആങ്കർ പെൺകുട്ടിയുടെ മാപ്പ് ഞാൻ ഏൽക്കില്ല കേട്ടോ. കാരണം അതൊരു ചെറിയ തെറ്റല്ല പെൺകുച്ചി ചെയ്തതും. ഈ തെറ്റ് മാത്രമല്ല, നിങ്ങൾ ഇതേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഇത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇവളുടെ ഇൻ്റർവ്യൂ ആദ്യം കാണുന്നത് ജസ്ന സലീമിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ജസ്ന സലീമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആ പെണ്ണ് പറയുന്ന അത്രയും ഫേക്കാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ വേറെ ഒരുപാട് ആങ്കേഴ്സിനെ കണ്ടിട്ടുണ്ട്, അതിൽ പലരും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ കഴിയുന്നവരെ ഈ പരിപാടിക്ക് പോകുള്ളൂ. ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അവൾ ആങ്കർ ആണെങ്കിൽ ആങ്കറിന് ഒരു ക്വാളിറ്റി ഉണ്ടാകണം. അത്യാവശ്യം ലോകവിവരം ഉണ്ടാവണം, GK ഉണ്ടാവണം, ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചേലത്തൊരു മുഖം മാത്രം പോരാ ആങ്കർ ആകാനുള്ള യോഗ്യത വളരെ കൂടുതലായിരിക്കണം ഇത്തരക്കാർക്ക്. പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഓരോരുത്തരും മനസ്സിലാക്കാൻ അതൊരു ചെറിയ കാര്യമല്ല. മുറിവൈദ്യനാണ് നിങ്ങൾ. ആ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പെൺകുട്ടി. മുഴുക്ക ആ ചെറുക്കൻ പറയുന്ന ആഭാസം മുഴുക്ക കേട്ടിരുന്ന് ആസ്വദിക്കേണ്ട ഗതികേട് വന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം നിഷ്കർഷിക്കുകയാണെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് പൈസ വാങ്ങിക്കുന്നത്, അല്ലാതെ ഫ്രീ അല്ല. അവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വന്നാൽ എനിക്കിത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തുറന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നേരിടുന്ന അപമാനത്തിന് നിങ്ങൾക്ക് കേസും കൊടുക്കാം. ഇതൊക്കെ വള്ളിക്കെട്ടല്ലേ എന്ന് ചോദിച്ചാൽ, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്ത് നീ ആ ചോറ് കൊണ്ടുവന്ന് നിൻ്റെ കുട്ടിക്ക് കൊടുക്കണോ കുട്ടിയെ? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവും. നീ കോഴിയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അല്ല ടൈം പാസ്. ഞാൻ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എങ്ങനെ ശരിക്കും രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. അപ്പൊ ഓടിളക്കി ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു തൊല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നുമല്ല. ഈ ഇന്റർവ്യൂവിൽ ഈ പെൺകുട്ടി എടുക്കുക, ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അല്ല ടൈം പാസ്. ഞാൻ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എങ്ങനെ കുട്ടിക്ക് നാണം വന്നറാ, കുട്ടിക്ക് നാണം വന്ന്, കുട്ടി ചിരിക്കുന്നു. എന്താ ചിരി, എന്തൊരു സന്തോഷം. നാണം വരുന്നുണ്ടല്ലേ? മോളെ, അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുളിമുറിയിൽ കുളിച്ചോണ്ടിരുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും. നിങ്ങളും ഒരു സ്ത്രീയല്ലേ, ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തിൽ വെറുതെ എങ്കിലും ആ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി, അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണോ, ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും. ഇപ്പം നിങ്ങളുടെ ഈ ചിരി കാണുമ്പം കാഴ്ചക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? എന്തൊരു സന്തോഷം, എന്തൊരു പ്രോത്സാഹനം അല്ലേ? ക്യൂരിയോസിറ്റി പോരാ, ഇഷ്ടപ്പെട്ട ബാക്കി ഞാൻ പറയാം. ആ ഉസ്താദുമാരോടൊക്കെ ഉള്ള ഒരു ദേഷ്യമോ സങ്കടമോ അങ്ങനെയൊക്കെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇല്ലാണ്ടില്ലുണ്ട്, ദേഷ്യമെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാരോടും ഇല്ല. അതായത് ചില ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. അതായത് എന്നെ പഠിപ്പിച്ച് ഞാൻ കാര്യം പറയാം, ഞാൻ തുറന്നു പറയുന്നതല്ല, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരോട് നമുക്ക് നല്ല ദേഷ്യമുണ്ട്. ഉസ്താദിനെക്കാട്ടും വലുതാണ് ജൂനിയർ സീനിയർ എന്നൊരു സാധനം ഉണ്ട് അവിടെ കുട്ടികള്. ഈ സീനിയർ ഈ വർത്താനം ഈ പള്ളീൻ്റെ അടുക്കുന്ന നിസ്കരിക്കുന്ന എടുക്കുക. അതായത് നിസ്കരിക്കുന്ന താഴെ പോയാൽ അവിടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ഇപ്പുറത്ത് ഒരുത്തനുണ്ടാവും പേരത് തന്നെ. അതായത് ആരാ സംസാരിക്കുന്നത്, ഉസ്താദ് ഇല്ലാത്ത ടൈം ഏൽപ്പിക്കുമല്ലോ. അത്രയ്ക്ക് എന്താണ് ഫുഡിന് ശേഷം നമ്മളെ അടിക്കും. ഇപ്പൊ ചിരിയും കളിയൊക്കെ പോയി. ഇപ്പം മുഖത്ത് ദുഃഖാർദ്രമായ ഒരു ഭാവമാണ് വന്നത്. ഈ ഭാവം ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത്രയും പീഡന പർവ്വങ്ങൾ താണ്ടിയാണോ നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്? തല അറിഞ്ഞു കിടന്ന് ചിരിക്കുന്നത് കണ്ടോ? തല അറിഞ്ഞ് ചിരിക്കുകയാണ് പെൺകുട്ടി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇത് തെറ്റായിരുന്നു, അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അവൻ ചോദിക്കുന്ന ചോദ്യം എന്താ, അതിനവളുടെ ഉത്തരം എന്താ? തല ചെവരിലൊക്കെ വെച്ച് ഇടിച്ച് ചിരിക്കാമെങ്കിൽ അവൾ അങ്ങനെ ചിരിക്കും. അവനെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ?
ഒരു പെൺകുട്ടി കുളിക്കുന്നത് പോയി ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. എനിക്ക് ഒളിച്ചു നോക്കലാണ് പരിപാടി. ഓ ആണോ, സത്യമോ? സന്തോയം കൊണ്ട് കൊച്ചു തല കൊണ്ടുവന്ന് ചെവിരിൽ ഇടിച്ചിരിക്കുക, എന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതായത് ഇതെല്ലാവർക്കും എൻജോയ് ചെയ്തിരുന്നെങ്കിൽ നീ ഭയങ്കര മിടുകയായിരുന്നു അല്ലേ. ഇതിൽ കൂടെ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മറന്നുപോയി. ദറസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണോ കുനിയെ നിൽക്കുമോ, എന്തൊക്കെ ടോണുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെയാണ് സൂര്യ ഉസ്താദ് എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ വീഡിയോ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ആ വീഡിയോ കിട്ടത്തില്ല. ഞാനിപ്പോഴാണ് ഇത് വിവരം അറിഞ്ഞതെന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് മദ്രസയിൽ പഠിച്ച എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉള്ളവരുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉള്ളവരുണ്ട്, ഒരുപാടുണ്ട്. എല്ലാ ഇടങ്ങളിലും ഉണ്ട് സെക്ഷൽ അസോൾട്ട്. പക്ഷെ മദ്രസകളിൽ അത് വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗം. ഒരിക്കലും വരാൻ പാടില്ല അങ്ങനെ ഒരു തെറ്റ്. അത് ഉസ്താദിന്റെ ഭാഗത്തുനിന്നോ അവിടെ പഠിപ്പിക്കുന്ന ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ഭീകരമായ തെറ്റാണ്. അതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ നമ്മൾ തന്നെ നിൽക്കണം. പുറത്തുനിന്ന് ഒരാൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ശക്തമായിട്ട് എതിർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വളരെ മോശമാണ്. ഇതിൽ കേസ് കൊടുക്കാൻ പാകത്തിനുള്ള സംഗതികൾ ഉണ്ടായിരുന്നു. ആ മമ്മു എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പോക്കൃത്തരമാണ്. ഇതിന് ശേഷം ഒരു മെലോ ഡ്രാമ തൊപ്പിയുടെ ലൈവിൽ കണ്ടു. തൊപ്പി അവനെ ഇറക്കി വിടുകയാണ്. നീ വിട്, അല്ലെങ്കിൽ നിന്റെ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ, ഞാൻ അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ. അവരെല്ലാവരുടെ ഡിസ്കഷൻ നടത്തുന്നു, അതിൻ്റെ ലൈവ് സെക്ഷൻ നടക്കുന്നു. അതൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല, വെറുതെ എന്തിനാണ്. അതൊക്കെ ന്യൂജൻ കളികളാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, ന്യൂജൻ എന്ന് അവകാശപ്പെടുന്ന ഈ കുട്ടികൾ വെറും കൂറകളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരല്പം സംസ്കാര ബോധമോ ഒന്നുമില്ലാത്ത വെറും കൂറ പിള്ളേരാണ്. തൊപ്പി ഭയങ്കര ഡീസൻ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. തൊപ്പി ഇതിനു മുമ്പ് എന്താണ് ചെയ്തത്? എടാ, സ്വന്തം ഉമ്മാടുത്ത് മാപ്പാടുത്ത് പോയി മാപ്പ് പറഞ്ഞ് പൊരുത്തം കേട്ട് അവിടെ തിരിച്ചു കയറാനുള്ള വഴി ആലോചിക്കണം. നടന്ന് നീ എന്തോ റോൾ മോഡലായിട്ട് കാണിക്കണം. നിനക്ക് നാണമില്ലടാ ചെറുക്ക ഇങ്ങനെ കിടന്നുണ്ടാക്കാനായിട്ട്. കഞ്ചാവ് അടിച്ച് കുറേ പിള്ളേരെയും കൂട്ടി പിടിച്ച് അവന്മാരെ കൂടെ ഇരുന്ന് കഞ്ചാവ് അടിക്കുന്ന കഞ്ചാവെന്നാണ് എനിക്ക് നിന്നെ കാണുമ്പോൾ തോന്നുന്നത്. നല്ല പെടയുടെ കുറവാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള വാലുമാക്രികളെല്ലാം കൂട്ടുപിടിച്ച് സംഘടന ഉണ്ടാക്കി അവന്മാരെ ഹൈപ്പ് കൊടുത്ത് അവന്മാരെ സമൂഹത്തിൽ ഇറക്കി വിട്ടിട്ട് ആ നാട്ടുകാരെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. നാണം കെട്ടവൻ. നീ നിന്റെ തന്തയും തള്ളയുടെ അടുത്ത് പോയോ? അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? ആത്യന്തികമായി ആദ്യം ചെയ്യേണ്ട കാര്യം തന്തയ്ക്കും തള്ളയ്ക്ക് സമാധാനം കൊടുക്കുകയെന്നല്ലേ. നീ എങ്ങനെ ഭൂമിയിലേക്ക് വന്ന് നീ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി വന്നാ? അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ? കക്കാനും മോട്ടിക്കാനും നീ പോയിട്ടില്ലേ? തൊപ്പി എന്ന് പറയുന്ന കുപ്പി, നീ പോയിട്ടില്ലേ കക്കാൻ? നീ കടയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് ഓടിയില്ലേ? നിന്റെ വാപ്പ ചെയ്തത് കെട്ടിയിട്ട് 2 പൊട്ടിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് പകരം അയാൾ പിടിച്ചെന്ന് പുറത്താക്കി. അതുകൊണ്ടാണ് സമൂഹത്തിന് ഇങ്ങനെ ഒരു ബേർഡൻ വന്നത്. അയാൾക്കാണ് സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു ചെറുക്കനെ പുറത്തേക്ക് വിട്ടതിന്. ആദ്യം നീ നിന്റെ വീട്ടിൽ പോയി കയറാൻ നോക്ക്. എന്നിട്ട് പിള്ളേരെയും കൊണ്ട് കിടന്നിട്ട് ഈ പട്ടി ഷോ കാണിക്കാനായിട്ട് കുറേ പട്ടി ഷോക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീ ഈ പെൺകുട്ടിയുടെ കാര്യം പറയാം. എൻ്റെ പൊന്നുമോളെ, നിനക്ക് പറ്റിയ പണി എനിക്കറിയില്ല. നീ ദയവ് ചെയ്ത് ചെയ്യാൻ പോകരുത്. നിന്നെ കൊണ്ട് ഒക്കത്തില്ല. അത് ആ ജസ്ന സലീമിന്റെ ഇന്റർവ്യൂ അവൾ എടുക്കുന്നിടത്ത് ഞാൻ നോക്കുക. അവൾ പറയുന്ന അട്ടർ നോൺസെൻസ് ആണ്. ആ പെണ്ണ് പറയുന്ന മുഴുക്ക അട്ടർ നോൺസെൻസ്. ആ നോൺസെൻസിനെ താങ്ങിക്കൊണ്ട് ഇന്ന് കിണിക്കുകയാണ് ഈ പെണ്ണ്. ഒരു കുന്തവും അറിയത്തില്ലേ കൊച്ചിനെ. ഒരു രീതിയിലുള്ള പൊതുസമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി യാതൊരു രീതിയിലൊരു ഗ്രാഹ്യമുള്ള കുട്ടിയായിട്ട് എനിക്ക് ഈ പെണ്ണെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇത് ഇനി ഈ ഒരു സെക്ഷനിലേക്ക് വരാതെ വേറെ എന്തെല്ലാം തൊഴിലുണ്ട്. ചേലുള്ളൊരു മുഖമുണ്ട്, അത് സമ്മതിച്ചു. കാണാൻ നല്ല ചന്ത തന്നെ. അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അല്ലാതെ ഇതിനിറങ്ങരുത്. ഇത് നിനക്ക് പറ്റിയ പണിയേ അല്ല. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരുപാട് ചാനലുകാരുണ്ട്. അവരൊക്കെ വെച്ചിരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം നോളജ് വേണം. ഇപ്പം ഞാൻ പറയാം, മാധ്യമ പ്രവർത്തനത്തിന് വരുന്ന പെൺകുട്ടികൾ, ഇപ്പോൾ പ്രാദേശിക തലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും വലിയ ഡിഗ്രി എഡ്യൂക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അവർക്കും മിനിമം ക്വാളിഫിക്കേഷൻ വേണം. മാത്രവുമല്ല, ഇപ്പം നമ്മൾ ഈ പറയുന്ന ജേർണലിസം എന്ന് പറയുന്നത്, ജേർണലിസം പഠിക്കണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 3 വർഷത്തെ കോഴ്സാണ് ജേർണലിസം ഡിഗ്രി കോഴ്സ്. ഡിപ്ലോമ കോഴ്സും ഉണ്ട്, അത് മിനിമം 2 വർഷമാണ്. അല്ലാതെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ്. അതറിയാത്തവർ ആ ചൊറി പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് വല്ല റാമ്പ് വാക്കിങ്ങിനോ വല്ല മോഡലിങ്ങിനോ ഒക്കെ ഈ കുട്ടി പോയാൽ നന്നായിരിക്കും. കാരണം ചന്തമുള്ള കുട്ടി. അല്ലാതെ ഇത്രയും വിവരം ദോഷമുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവളിട്ടിരിക്കുന്ന തട്ടവും അവളുടെ കമ്മ്യൂണിറ്റിയുമാണ് നിങ്ങൾക്ക് പ്രിഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വെറൈറ്റി മീഡിയ ചെയ്യുന്ന തെണ്ടിത്തരമാണത്. ഈ വെറൈറ്റി മീഡിയക്കെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഒരാളും കാണാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് വൃത്തികേടാണ് ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അവഹേളനപരമായിട്ട് പറയുന്നത്? എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയാണോ? ആ കുട്ടിക്ക് അപ്പം ഇനിയൊരു കാര്യമുണ്ട്. ഈ ജസ്ന സലീമിൻ്റെ വീഡിയോ നിങ്ങൾ അത് ഈ വെറൈറ്റി മീഡിയ തന്നെ ഇട്ടത് പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അതിനകത്ത് നടന്നിരിക്കുന്ന കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളതൊന്നും എടുക്കാൻ പോയില്ല, കാരണം അതൊരു വാപോയ കോടാലിയാണ്. അതിനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അത് എടുക്കുന്നില്ല. പക്ഷെ അതിനകത്ത് ഇവളുടെ ആറ്റിറ്റ്യൂഡ് വേണം കാണാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ എന്ത് നടന്നു എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ഒരു ആങ്കർ എന്ന നിലയിൽ നമുക്ക് വേണ്ടേ? ഇല്ല. മമ്മുവിനെ പൂർണ്ണമായും ഇവൾ പ്രോത്സാഹിപ്പിച്ചു. അവൻ എന്ത് പറഞ്ഞോ അതൊക്കെ ഇവൾ കേട്ട് കിണിച്ച് പ്രോത്സാഹനം കൊടുത്തു. ആ പ്രോത്സാഹനത്തിൻ്റെ പുറത്ത് ചെറുക്കൻ വീണ്ടും ഇരുന്നു. അവൻ്റെ ആ നോട്ടവും ഈരിപ്പും ആ ഒരു വശപ്പെശക്ക് കളിയും ഇതൊന്നും സഹിക്കേണ്ട കാര്യം നിനക്കില്ല എന്നുള്ള കോമൺ സെൻസ് പോലും നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടില്ല. നിന്റെ വീട്ടുകാർ നിനക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. ഞാൻ ഒരു ജോലിക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് എന്നെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തുക, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഫോമിൽ എന്നെ നോക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിനക്കില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് ഇറങ്ങരുത് വെച്ചേ. നീ മറ്റുള്ളവർക്ക് മാതൃകയാണോ?
ഇനി ഇരുന്ന് മോങ്ങി ഈ മാപ്പ് പറഞ്ഞിട്ട് കോപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ മാപ്പ് എടുക്കരുതെന്നാണ്. ഇവളെ മാപ്പ് എടുക്കുകയോ ഇവളാണ് ആങ്കർ എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഈ ജോലിക്ക് ഇവൾ ഒരിക്കലും യോഗ്യയല്ല. രണ്ടാമത്തെ കാര്യം, ചെറുക്കൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര വൾഗറാണെന്ന് ഓർത്ത് നോക്ക്. അറ്റ്ലീസ്റ്റ് ഇവക്ക് അതിനകത്ത് കുറച്ചെങ്കിലും ഒരു ദണ്ണം ഉണ്ടെങ്കിൽ ഇവൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. പകരം ഇവള് ചിരിച്ചു മറിയുകയാണ് ചെയ്തത്. ചിരിച്ചു മറിയുന്ന പെണ്ണ് അത് എൻജോയ് ചെയ്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അപ്പോൾ ഇവരുടെ വീട്ടിലെ ആണുങ്ങൾക്ക് ഇതുപോലെ തുണി പൊക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു ക്രൈം അല്ലെന്ന് തോന്നിയിരിക്കാം. അതൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. എന്ത് തന്നെയായാലും വൾഗറായിട്ട് നടന്ന ഒരു കാര്യത്തിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സോ എൻ്റെ പോയിന്റ്, ഈ പെൺകുട്ടി ഇനി ആങ്കറിങ്ങിന് ഇറങ്ങരുത് എന്നുള്ളതാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.